നമ്മുടെ രാജ്യത്ത് തന്നെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏറ്റവും കരുത്തുറ്റ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. CPMൻ്റെ തലയെടുപ്പുള്ള പല നേതാക്കളും ഉയർന്നു വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ളവരാണ് എന്ന് പറയുമ്പോൾ CPM രാഷ്ട്രീയത്തിൽ കണ്ണൂർ ജില്ലയ്ക്കുള്ള പ്രാധാന്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. CPMൻ്റെ പാർട്ടി കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടി ഗ്രാമങ്ങൾ ഏറ്റവും അധികം രാജ്യത്തുള്ള ജില്ലയും കണ്ണൂർ തന്നെയാണ്. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ CPMൻ്റെ പൊന്നാപുരം കോട്ടയാണ് കണ്ണൂർ ജില്ല എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ 11 സീറ്റുകളിൽ 9 വിജയിച്ചത് LDFൻ്റെ പ്രതിനിധികളായിരുന്നു. UDFൻ്റെ പ്രതിനിധികളായി കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫും സജീവ് ജോസഫും യഥാക്രമം പേരാവൂർ, ഇരിക്കൂർ സീറ്റുകളിൽ നിന്ന് വിജയിച്ചു. കണ്ണൂർ ജില്ലയിലെ മലയോര മണ്ഡലങ്ങളായിട്ടുള്ള കുടിയേറ്റ ക്രൈസ്തവ വോട്ടുകൾക്ക് ഏറെ സ്വാധീനമുള്ള ഈ 2 നിയോജക മണ്ഡലങ്ങൾ ഒഴിച്ചാൽ മറ്റ് 9 CPMന് അനായാസമായി വിജയം കൈവരിക്കാവുന്ന തരത്തിലുള്ള വലിയ ആധിപത്യവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ പുറത്തു വരുന്ന വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത് പാർട്ടിയുടെ കണ്ണൂർ കോട്ടയിൽ വലിയ വിള്ളൽ വീഴുന്നു എന്നതാണ്. ആകെയുള്ള 11 സീറ്റുകളിൽ 6 ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സൂചനകളാണ് ഇതിനോടകം പുറത്തു വരുന്നത്. സിറ്റിംഗ് സീറ്റായിട്ടുള്ള പേരാവൂരിൽ CPM ഇത്തവണ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിനെതിരെ കളത്തിലിറക്കിയത് പാർട്ടിയുടെ ജനകീയ നേതാവായിട്ടുള്ള പ്രധാനപ്പെട്ട വനിതാ മുഖമായിട്ടുള്ള KK ശൈലജ ടീച്ചറെയായിരുന്നു. KK ശൈലജ ടീച്ചറെ പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ പാർട്ടി അണികൾക്കിടയിൽ പോലും വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ശൈലജ ടീച്ചറെ ഒതുക്കുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ അവരെ പേരാവൂരിലേക്ക് അയച്ചത് എന്നൊരു വികാരമാണ് പാർട്ടി അണികൾ പ്രകടിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രതിഫലനം മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും പേരാവൂരിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ UDF അധികാരത്തിലെത്തുമ്പോൾ മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള സണ്ണി ജോസഫ് തന്നെയാണ് ആധികാരികമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയമുറപ്പിക്കുവാൻ സാധ്യതയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ മലയോര മണ്ഡലമായിട്ടുള്ള ഇരിക്കൂറിൽ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ്സിന് വ്യക്തമായ ആധിപത്യമുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ കുടിയേറ്റ ക്രൈസ്തവ സമൂഹത്തിന് ഏറെ പ്രാമുഖ്യമുള്ള ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലും UDFൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കം വേണ്ട. കോൺഗ്രസ് നേതാവായിട്ടുള്ള KC ജോസഫ് തുടർച്ചയായ 35 വർഷക്കാലമാണ് ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത്. അതിനുശേഷം 2021 സജീവ് ജോസഫാണ് ഇരിക്കൂറിൽ നിന്ന് UDFന് വേണ്ടി മത്സരത്തിനിറങ്ങിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയെ ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും 10,000-ൽ പരം വോട്ടുകൾക്കാണ് സജീവ് ജോസഫ് പരാജയപ്പെടുത്തിയത്. 2021 മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധി LDFന് വേണ്ടി മത്സരരംഗത്തിറങ്ങുമ്പോൾ സജീവ് ജോസഫ് എന്ന സിറ്റിംഗ് MLA ആയ കോൺഗ്രസ് നേതാവിൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിൽ ഇടത് കേന്ദ്രങ്ങൾക്ക് പോലും ഒരു സംശയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി UDF LDFൽ നിന്ന് തിരികെ പിടിക്കുവാൻ പോകുന്ന കണ്ണൂർ ജില്ലയിലെ സീറ്റുകളുടെ കാര്യമെടുത്താൽ ആദ്യ സീറ്റെന്ന് പറയുവാൻ കഴിയുന്നത് കണ്ണൂർ സീറ്റ് തന്നെയാണ്. കണ്ണൂർ സീറ്റിൽ തുടർച്ചയായ 3ാം വിജയം തേടിയിട്ടാണ് മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. കോൺഗ്രസിൽ നിന്ന് K സുധാകരൻ മത്സരിക്കുവാൻ ആഗ്രഹിച്ച ഈ സീറ്റിൽ സുധാകരനെ ഒഴിവാക്കിക്കൊണ്ട് TO മോഹനനെയാണ് UDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രന് ഹാട്രിക് വിജയം തികയ്ക്കുവാൻ കണ്ണൂർ അവസരം നൽകുകയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കണ്ണൂർ സീറ്റിൽ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെടുമെന്നും TO മോഹനൻ വിജയിക്കുമെന്നും UDF മാത്രമല്ല വിലയിരുത്തുന്നത്. CPMൻ്റെ കീഴ്ഘടകങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയ റിപ്പോർട്ടിലും ഇതുതന്നെയാണ് വ്യക്തമാകുന്നതെന്ന് സൂചിപ്പിക്കുന്ന നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. രണ്ടാമതായി CPMൽ നിന്ന് UDF അധികമായി പിടിച്ചെടുക്കുവാൻ പോകുന്ന കണ്ണൂർ ജില്ലയിലെ സീറ്റ് എന്ന് പറയുന്നത് അഴീക്കോട് സീറ്റാണ്. 2011 2016 UDFൻ്റെ പ്രതിനിധിയായി മുസ്ലിം ലീഗിൻ്റെ നേതാവ് KM ഷാജി വിജയിച്ചു കയറിയ അഴീക്കോടിൽ 2021 CPM അദ്ദേഹത്തിൽ നിന്ന് മണ്ഡലം തിരികെ പിടിച്ചത് KV സുമേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയായിരുന്നു. മികച്ച MLA എന്ന് KV സുമേഷ് പേരെടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കരീം ചളേരി ഇവിടെ നിന്ന് വിജയിച്ചു കയറുമെന്നാണ് LDFും UDFും ഒരുപോലെ വിലയിരുത്തുന്നത്.
3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കരീം ചേളേരിക്ക് UDF നൽകുന്നതെങ്കിൽ UDF വൃത്തങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് 7000-ഓളം വോട്ടുകൾക്ക് KV സുമേഷ് അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ UDF പ്രതിനിധിയായ കരീമിനേക്കാൾ പിന്നിലാണെന്നാണ് CPM-ൻ്റെ കീഴ്ഘടകങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളിലെ കണക്കുകൾ. അതായത് UDF പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിജയം ഇവിടുത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കരീമിനുണ്ടാകുമെന്ന് LDF അല്ലെങ്കിൽ CPM ആണ് അഴീക്കോട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തൽ പുറത്തുവിടുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ വസ്തുത. അടുത്തതായി UDF കണ്ണൂർ ജില്ലയിൽ നിന്ന് CPM-ൽ നിന്ന് പിടിച്ചെടുക്കുവാൻ പോകുന്ന സീറ്റ് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് സീറ്റ് UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കിട്ടാക്കനിയായിട്ടുള്ള ഒരു CPM കോട്ടയായിരുന്നു. എന്നാൽ CPM-നുള്ളിൽ നിന്നുള്ള വിമത നീക്കങ്ങളാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ UDF-ന് അനുകൂലമാക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. തളിപ്പറമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2016 ജെയിംസ് മാത്യു 40,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത്. എന്നാൽ ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ 2021 ഇവിടെ നിന്ന് വിജയിച്ചത് 20,000-ഓളം വോട്ടുകൾക്കായിരുന്നു. അതായത് ഭൂരിപക്ഷം പകുതിയോളം കുറഞ്ഞു എന്നതാണ് തളിപ്പറമ്പിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നത്. 2026 പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മത്സരരംഗത്തു നിന്നും മാറി നിൽക്കുവാൻ തീരുമാനിച്ചപ്പോൾ പകരക്കാരിയായി അദ്ദേഹം അവതരിപ്പിച്ചത് സ്വന്തം ഭാര്യയായിട്ടുള്ള PK ശ്യാമളയായിരുന്നു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം CPM അണികളെപ്പോലും കേരളമെമ്പാടും ഞെട്ടിച്ച ഒരു വസ്തുതയാണ്. സ്വജനപക്ഷപാതിത്വത്തിൻ്റെയും കുടുംബാധിപത്യത്തിൻ്റെയും വ്യക്തമായ ഉദാഹരണമായി ഇതിനെ CPM-ൻ്റെ അണികൾ പോലും വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ പരസ്യമായി വിമർശനമുയർത്തിക്കൊണ്ടാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള TK ഗോവിന്ദൻ ഇവിടെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതും അദ്ദേഹത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചതും. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് CPM-ൻ്റെ വിലയിരുത്തലിൽ 2000-ഓളം വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ മേൽക്കൈ മാത്രമാണ് PK ശ്യാമളയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് പുറത്തു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ചും UDF വിലയിരുത്തൽ അനുസരിച്ചും CPM-ൻ്റെ ഉറച്ച പാർട്ടി വോട്ടുകൾ പോലും കുടുംബാധിപത്യത്തിനെതിരെ MV ഗോവിന്ദനെതിരെ ഇവിടെ UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TK ഗോവിന്ദൻ 3000-നും 5000-നും ഇടയിലുള്ളൊരു ഭൂരിപക്ഷത്തിൽ തളിപ്പറമ്പ് സീറ്റ് പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF കേന്ദ്രങ്ങളിൽ പ്രകടമാകുന്നത്. ഏതൊക്കെയാണെങ്കിലും PK ശ്യാമളയുടെ പരാജയം MV ഗോവിന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ കരിനിഴൽ വീഴ്ത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2026 കേരളത്തിൽ അധികാരമാറ്റം സംഭവിക്കുന്നതോടെ ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം സംജാതമാകുന്നതോടെ MV ഗോവിന്ദൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനവും ഈ ഒരു പരാജയത്തോടു കൂടി തെറിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അവസാനമായി കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് സീറ്റിലാണ് UDF ഏറെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. 2016 KK ശൈലജ ടീച്ചർ മത്സരിച്ച് വിജയിച്ച കൂത്തുപറമ്പ് സീറ്റിൽ നിന്ന് 2021 ഇടതുമുന്നണിക്ക് വേണ്ടി ഘടകകക്ഷിയായ RJDയുടെ പ്രതിനിധിയായ KP മോഹനനാണ് മത്സരിച്ചതും വിജയിച്ചതും. ഭൂരിപക്ഷത്തിൽ കാര്യമായ ഇടിവുണ്ടായെങ്കിലും KP മോഹനന് 2021 ഇവിടെ നിന്ന് വിജയിക്കുവാൻ സാധിച്ചിരുന്നു. 2026 KP മോഹനൻ മത്സരരംഗത്തു നിന്നും മാറി നിന്നതോടെ PK പ്രവീൺ എന്ന താരതമ്യേന അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി RJDയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നത്. UDF-ൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ജയന്തി രാജനാണ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഏക അമുസ്ലിം സ്ഥാനാർത്ഥിയും 2 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളും കൂടിയാണ് ജയന്തി രാജൻ. മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ വലിയ ഓളം സൃഷ്ടിക്കുവാൻ ജയന്തി രാജന് സാധിച്ചിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും അതുപോലെ തന്നെ ഹിന്ദു വോട്ടുകളെ ആകർഷിക്കുവാനുള്ള ജയന്തി രാജൻ്റെ കഴിവും കൂടി കണക്കിലെടുക്കുമ്പോൾ CPM സ്ഥാനാർത്ഥി മത്സരിക്കാത്ത RJD എന്ന ഘടകകക്ഷിയുടെ പ്രതിനിധി മത്സരിക്കുന്ന കൂത്തുപറമ്പ് സീറ്റും CPM-നെ കൈവിടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരങ്ങളും ഗ്രൗണ്ട് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇങ്ങനെ ആകെയുള്ള 11 സീറ്റുകളിൽ 6ഇടത്തും UDF വിജയം നേടുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ അവർക്ക് കടുത്ത പ്രഹരമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കണ്ണൂർ കോട്ടയിൽ വിള്ളൽ വീണാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ CPM-ലെ അപ്രമാദിത്വം പോലും ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിൽ പുറത്തു വരുന്ന രാഷ്ട്രീയ സൂചനകളനുസരിച്ച് സ്വന്തം കുത്തകയായ ധർമ്മടം മണ്ഡലത്തിൽ പോലും പിണറായി വിജയൻ്റെ ഭൂരിപക്ഷത്തിന് വലിയ ഇടിവുണ്ടാകും എന്നും ഒരു വിലയിരുത്തൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.